മാർച്ച് 26 നോമ്പുകാലത്തിലെ 5-ാം ആഴ്ചയിലെ വ്യാഴാഴ്ച. യോഹന്നാൻ 8:51 മുതൽ 59 വാക്യങ്ങൾ. തോമസ് ഡേവിഡ് ടാൽമേജ് ഒരു ഗ്രാമത്തിലെ ഒരു ചെറിയ ഇടവകയിലെ പാസ്റ്ററായിരുന്നു. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു തൻ്റെ ശിഷ്യന്മാർക്ക് നൽകുന്ന വാഗ്ദാനത്തിൽ അദ്ദേഹത്തിന് വളരെ വിശ്വാസമുണ്ടായിരുന്നു. എൻ്റെ ഉപദേശം അനുസരിക്കുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. ഈ വാഗ്ദാനത്തിലുള്ള തൻ്റെ വിശ്വാസത്തിനനുസൃതമായി ടാൽമേജ് ഒരിക്കലും മരിച്ച വ്യക്തികളുടെ പേരുകൾ ഇടവക രജിസ്ട്രിയിൽ നിന്ന് നീക്കം ചെയ്തില്ല. അദ്ദേഹം അവരെ താമസം മാറിയതായി രേഖപ്പെടുത്തി. തൻ്റെ ശുശ്രൂഷയുടെ അവസാനത്തോടെ ടാൽമേജ് തൻ്റെ ഇടവകയിൽ താമസിക്കുന്ന 500 അംഗങ്ങളെയും താമസം മാറിയ 2500 പേരെയും പട്ടികയിൽ ഉൾപ്പെടുത്തി. ഇന്നത്തെ സുവിശേഷത്തിൽ തൻ്റെ വചനം പാലിക്കുന്നവർ ഒരിക്കലും മരണം കാണുകയില്ല എന്ന് യേശു പ്രഖ്യാപിക്കുന്നു. അബ്രാഹം ഉണ്ടാകുന്നതിന് മുമ്പ് ഞാൻ ഉണ്ട് എന്ന പ്രസ്താവനയിലൂടെ തൻ്റെ ദൈവത്വം സ്ഥിരീകരിക്കുന്നു. തൻ്റെ നിത്യജീവിതത്തിൻ്റെ ഉറവിടമെന്ന നിലയിൽ ശാരീരിക മരണത്തെ മറികടക്കുന്ന അവൻ്റെ നിത്യ അസ്തിത്വത്തെയും പങ്കിനെയും കുറിച്ചുള്ള ഈ ആഴത്തിലുള്ള പ്രഖ്യാപനം ശ്രോതാക്കളുടെ ശത്രുതയെ പ്രകോപിപ്പിക്കുകയും അവനെ കല്ലെറിയാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. യേശുവിൻ്റെ വാക്കുകൾ മനസ്സിലാക്കാൻ കഴിയാത്തതായി തോന്നുമ്പോൾ പോലും അവയിൽ വിശ്വസിക്കാൻ ഈ ഭാഗം വിശ്വാസികളെ ആഹ്വാനം ചെയ്യുന്നു. താൽക്കാലികവും ഭൗതികവുമായ യാഥാർത്ഥ്യങ്ങൾക്കപ്പുറത്തേക്ക് നോക്കാനും ഞാൻ വാഗ്ദാനം ചെയ്യുന്ന നിത്യജീവന്റെ ആത്മീയ യാഥാർത്ഥ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഇത് വിശ്വാസികളെ പ്രോത്സാഹിപ്പിക്കുന്നു. യേശുവിൻ്റെ അധികാരം അംഗീകരിക്കാനുള്ള യഹൂദന്മാരുടെ പോരാട്ടം അവൻ്റെ ദിവ്യത്വം അംഗീകരിക്കുന്നതിലെ ആധുനിക വെല്ലുവിളികളെ പ്രതിഫലിപ്പിക്കുന്നു. ഇത് കൂടുതൽ ആഴമേറിയതും കൂടുതൽ പ്രതിബദ്ധതയും ഉള്ളതുമായ വിശ്വാസത്തെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, മരണമെന്നത് മനുഷ്യാവസ്ഥയാണ്. എന്നാൽ യേശു മരണത്തിൻ്റെ അതിരുകൾക്കപ്പുറം ജീവിക്കുന്നു. അവൻ തികച്ചും വ്യത്യസ്തനാണ്. യേശു പറയുന്നത്, നിങ്ങൾക്ക് ദൈവത്തെ കാണണമെങ്കിൽ ഇതാ എന്നെ നോക്കൂ, ഞാൻ. വെളിപാടിൻ്റെ എത്ര അത്ഭുതകരമായ നിമിഷമാണത്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ, CSSR from Kerala.